ജന്മം നൽകി എന്ന ബന്ധം അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ഉപകാരപ്പെട്ടുകൊള്ളണം എന്നില്ല. മക്കൾക്ക് എത്രത്തോളം ദീനുണ്ടോ ആ ദീനു കൊണ്ടുള്ള ബന്ധമാണ് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ഉപകാരപ്പെടുന്ന ബന്ധം. നമ്മൾ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയാലും നാളെ നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ ഖബറിലും നമുക്ക് ആശ്വാസമായി സ്വസ്ഥമായി ഒന്ന് കിടക്കണമെങ്കിൽ നല്ല മക്കളാകണം. കാരണം ഖബറിൽ നമ്മൾ കിടക്കുന്ന അവസ്ഥ വെള്ളത്തിൽ മുങ്ങിപ്പൊന്തുന്നവരെ പോലെ അസ്വസ്ഥരായിട്ടാണ് മയ്യത്ത് ഖബറിലുണ്ടാവുക. പെട്ടെന്ന് ചിലപ്പം അനുഭവിക്കുന്ന ശിക്ഷയിൽ നിന്ന് അള്ളാഹു ഒരു മോചനം നൽകും. അപ്പൊ ഈ ഖബറാളി നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കും, ബിമനിൽ തുഹാദി, ഇതെങ്ങനെയാണ് എന്റെ ദറജ മാറിയത്, എന്റെ ശിക്ഷ എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മറുപടി ലഭിക്കും, ബിസ്തിഗ്ഫാരി വലദിക ലക്, നിങ്ങളുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ ഇസ്തിഗ്ഫാർ കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള മറുപടി. അപ്പൊ അവിടെയും സമാധാനവും രക്ഷയും ഉണ്ടാകണമെങ്കിൽ നല്ല ബാക്കിവെപ്പിനെ നമ്മൾ ഇവിടെ കരുതി വെച്ചു വേണം നമുക്ക് ഖബറിൽ പോകണമെങ്കിൽ. അതിന് വേണ്ടത് മക്കളോട് ഉപദേശങ്ങൾ മാത്രം പോരാ. മക്കൾക്ക് ഇങ്ങനെ കൽപ്പന കൊടുത്തത് കൊണ്ട് മാത്രം മക്കൾ നന്നാവൂല. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് മാതാപിതാക്കൾ നന്നാവലാണ്, ഉമ്മ നന്നാവലാണ്, ഉപ്പ നന്നാവലാണ്.